قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മത ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹം നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു വശത്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും ഭരണകർത്താക്കളുടെയും കാർമ്മികത്വത്തിൽ മുസ്ലിം വിരുദ്ധ നിയമ നിർമ്മാണങ്ങളും മുസ്ലിം വിരുദ്ധ നിയമ ഭേദഗതികളും നടത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ പ്രതിസന്ധിയിലാക്കുന്നു. മറുവശത്ത് അതിശക്തമായ വിദ്വേഷ പ്രസ്താവനകളും വെറുപ്പുൽപാദനവും നടത്തി രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നു. ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, BJPയുടെ ഏതെങ്കിലും മന്ത്രിയുടെയോ MP-യുടെയോ MLA-യുടെയോ വിദ്വേഷ പ്രസ്താവന കേൾക്കാതെ രാജ്യത്ത് ഒരാൾക്ക് ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റാത്ത വിധം എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ തുപ്പിയിട്ടുണ്ടാകും എന്നത് ആണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം, സൂഫിയ ഖുറൈശിക്ക് നേരെ ഉള്ള വിദ്വേഷ പ്രസ്താവന, മധ്യപ്രദേശ് മന്ത്രിയുടെ വിദ്വേഷ പ്രസ്താവന, അതുപോലെ തന്നെ ഓൾട്ട് ന്യൂസ് കോഫൗണ്ടറായിട്ടുള്ള മുഹമ്മദ് സുബൈറിന് നേരെയുള്ള വിദ്വേഷം. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ BJPയുടെ RSSൻ്റെ നേതാവും RSSൻ്റെ മലയാളത്തിലുള്ള കേരളത്തിലെ മുഖപത്രമായ മലയാളം വീക്കിലി അഥവാ കേസരിയുടെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ NR മധു ഷവർമയെക്കുറിച്ച് പറഞ്ഞ സംഗതികളുമൊക്കെയാണ് ഇപ്പോൾ അവസാനത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഇതിവിടം കൊണ്ട് തീരുന്ന, അവസാനത്തേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതാണ്, ഇതിവിടം കൊണ്ട് തീരുന്ന ഒന്നല്ല. ഡോക്ടർ NR മധു ഇവരുടെയൊക്കെ മനസ്സിലടിഞ്ഞുകൂടിയ വിഷം എത്രമാത്രം പോയിസണസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ NR മധു ഷവർമയെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന മാത്രം മതി. അത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ, അദ്ദേഹം പറയുകയാണ്, ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയാണ്, ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. നമ്മുടെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ്. മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിക്കുന്നയാൾ വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്.
കേരളത്തിൽ ഷവർമ്മ കഴിച്ച് നിരവധി പേർ മരിച്ചിട്ടുണ്ട്. അതിൽ മുഹമ്മദും ആയിഷയും തോമസുമില്ല. അതിൽ വർമ്മയുണ്ടായിരുന്നു. ആക്രാന്തം മൂത്ത് പണ്ടാരമടങ്ങുന്നവൻ്റെ പേര് ഹിന്ദു എന്നാണ്. ഇതാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ നടത്തിയ പരാമർശം. അദ്ദേഹം പറയുന്നത് ഷവർമ്മ കഴിച്ച് മരിക്കുന്ന ആളുകളൊക്കെ ഹിന്ദുക്കളാണ്, അതിനകത്ത് മുസ്ലിങ്ങളില്ല, ക്രിസ്ത്യാനികളില്ല എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഷവർമ്മ കഴിച്ച് മരിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല, ഹിന്ദുക്കൾ മാത്രമാണോ? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ ഷവർമ്മ മാത്രമല്ല, ഭക്ഷണങ്ങളിലെ പോയിസൺ മൂലം മരിക്കുന്നുണ്ട്. അത് ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല. ഈ ഷവർമ്മ കഴിച്ചു മാത്രമാണ് ഇവിടെ ആളുകൾ മരിക്കുന്നത്? അല്ല, ഇഡ്ഡലി കഴിച്ച ആളുകൾ മരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഭക്ഷണങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിച്ച് ഇവിടെ ആളുകൾ മരിക്കുന്നുണ്ട്. അല്ലാതെ ഷവർമ്മ മാത്രം കഴിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പോയിസൺ അടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉള്ള മരണമല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഷവർമ്മ മാത്രം കഴിച്ചല്ല ഇവിടെ ആളുകൾ മരിക്കുന്നത്. ഭക്ഷണത്തിലൂടെ, ഇനി ഷവർമ്മയാണെങ്കിൽ തന്നെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ക്രിസ്ത്യാനികളുമുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ മുഹമ്മദും ഉണ്ട്, ആയിഷയുണ്ട്, തോമസും ഉണ്ട്, വർമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നിട്ടും ആയിഷയും തോമസും മുഹമ്മദും ഇല്ല, വർമ്മയുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇതൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നുണയൊന്നും പറയുമ്പോൾ ഇവർക്കിത് നുണയാണെന്ന് അറിയാത്തത് കൊണ്ടല്ല. ഇവർക്കറിയാം ഇവിടെ മരിക്കുന്നത് മുസ്ലിങ്ങളും മരിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും മരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഹിന്ദുവും മരിക്കുന്നുണ്ട്. ഷവർമ്മ കഴിച്ച് മാത്രമല്ല മരിക്കുന്നത്, മറ്റു ഭക്ഷണങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ച് മരിക്കുന്നവരും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർ കേരളത്തിൽ ധാരാളമുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടല്ല ഡോക്ടർ NR മധു എന്ന് പറയുന്ന RSS നേതാവ് ഇത് പറയുന്നത്. അറിയാത്തത് കൊണ്ടല്ല. മറിച്ച് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മാറ്റമുണ്ട്. അവർ പോലും അറിയാതെ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. ഇത് ഇദ്ദേഹം ഈ വളച്ചു കെട്ടി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത മുഴുവൻ എന്താണെന്നറിയാമോ? ഇദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അസ്വസ്ഥത എന്താണെന്ന് ചോദിച്ചാൽ അത് അറേബ്യൻ ഫുഡാണ്. ഷവർമ്മ എന്ന് പറയുന്ന അറേബ്യൻ ഫുഡാണ്. ആ ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഹിന്ദുക്കൾ കഴിക്കാൻ പാടില്ല എന്ന് നേർക്ക് നേരെ പറയുന്നതിന് പകരമാണ് ഈ വളച്ചു കെട്ടി വർത്തമാനം പറയുന്നത്. അതങ്ങോട്ട് പറഞ്ഞാൽ മതി, പ്രശ്നം തീരും. ഇത് അറേബ്യൻ ഫുഡാണ്, ഇത് മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, അറേബ്യയിലുള്ള മുസ്ലിങ്ങളാണല്ലോ, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫുഡാണ്, അതുകൊണ്ട് അത് നിങ്ങൾ കഴിക്കരുത്. നമുക്ക് മൊത്തത്തിൽ മുസ്ലിം വിരോധം ഉണ്ട്. അപ്പോൾ ആ വിരോധം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഈ ഷവർമ്മയൊക്കെ കഴിക്കാതിരുന്നാണ്, അല്ലെങ്കിൽ മന്തി കഴിക്കാതിരുന്നാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കാതിരുന്നാൽ ഇതിങ്ങനെ പറയുന്നതിന് പകരമാണ് ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത്. അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഷവർമ്മ കഴിച്ച് മരിക്കുന്നതിൽ മുഹമ്മദ് ഇല്ല, ആയിഷയില്ല, തോമസ് ഇല്ല, വർമ്മയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഷവർമ്മ കഴിക്കരുത്, ഷവർമ്മ കഴിക്കാൻ ചെല്ലുന്ന കച്ചവടക്കാരൻ ഷവർമ്മയിൽ വിഷം കലർത്തി ഹിന്ദുവിനെ കൊല്ലും എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഷവർമ്മ കഴിക്കുമ്പോൾ ഇവിടെ ഹിന്ദു മാത്രമാണോ മരിക്കുക? ക്രിസ്ത്യാനികളും മരിക്കൂലേ? മുസ്ലിങ്ങളും മരിക്കൂലേ? അത് മരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ, വസ്തുതാപരമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഷവർമ്മ കടക്കാരൻ ഹിന്ദുവിനെ നോക്കി അതിനകത്ത് വിഷം കലർത്തി കൊടുക്കുന്നു എന്നല്ലേ പറയുന്നത്. ഇതിലും വലിയ വൃത്തികെട്ട വർത്തമാനം എന്താ വേറെ ഉള്ളത്? എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാളെ പറയുന്നത് ഇതല്ലേ? അഥവാ ഷവർമ്മക്കടയിൽ നിങ്ങൾ കയറരുത്, ഷവർമ്മക്കടക്കാരൻ ഹിന്ദുവിനെ നോക്കി വിഷം കലർത്തി കൊടുക്കും, അതുകൊണ്ടാണല്ലോ ഹിന്ദു മാത്രം മരിക്കുന്നത്. അല്ലെങ്കിൽ ഹിന്ദു മാത്രമായിട്ട് മരിക്കും. ഇവിടെ മൂപ്പര് പറയുന്നത് വർമ്മ മാത്രം മരിക്കണുള്ളൂ, അങ്ങനെ മരിക്കുന്നവന്റെ പേരാണ് ഹിന്ദു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെറുപ്പുൽപാദനം ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുക? പല രൂപത്തിൽ കഴിഞ്ഞ ഖുതുബയിലൊക്കെ നമ്മൾ ചിലത് പറഞ്ഞിരുന്നു. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മുസ്ലിം സമൂഹത്തിൽ ഒരു NR മധുവിനെ സൃഷ്ടിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ഒരു ശശികല ടീച്ചറെ വളർത്തിക്കൊണ്ടു വന്നാണോ, അതേ നാണയത്തിൽ തിരിച്ചടിച്ചാണോ ഇത് പരിഹരിക്കാൻ കഴിയുക? അതല്ലെങ്കിൽ ഒരു കർമ്മ ന്യൂസോ, അതല്ലെങ്കിൽ ഒരു മറുനാടൻ ന്യൂസോ, അതല്ലെങ്കിൽ ഷേഖ്ന TVയോ,
ഒക്കെ നിർമ്മിച്ചെടുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനെ പ്രതിരോധിക്കലാണോ ഫലപ്രദമായ മാർഗം? ഒരിക്കലുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയതയെ പ്രതിവർഗീയത കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല, വിജയിക്കില്ല. അതേപോലെ തന്നെ വെറുപ്പുൽപാദനത്തെ പ്രതിവെറുപ്പുൽപാദനം കൊണ്ട് പ്രതിരോധിക്കാനും സാധിക്കില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പറ്റിയ പണിയല്ല വർഗീയത കൊണ്ടൊരു സംഗതിയെ പ്രതിരോധിക്കുക, വെറുപ്പുൽപാദിപ്പിച്ച് ഇവരൊക്കെ പറയുന്നത് പോലെ പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് സാധ്യമായാൽ പോലും മുസ്ലിം സമൂഹത്തിന് യോജിച്ച പണിയല്ല എന്ന് കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ റിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇസ്ലാം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ടാണ് ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയും. ബാക്കിയുള്ള മറ്റു പല മാർഗങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇസ്ലാമിനെ ശരിയായി പ്രതിനിധീകരിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 22-ാം അധ്യായം 78-ാം വചനത്തിൽ. അല്ലാഹു പറഞ്ഞു, ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് പ്രവാചകൻ സാക്ഷിയായിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക. ലിതകൂനു ശുഹദാ അലന്നാസ്. ഈ റിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഖുർആനിക ടേമാണ് ഷഹാദത്തുൽ ഹക്ക്, സത്യസാക്ഷ്യ നിർവഹണം. അതല്ലെങ്കിൽ ജനങ്ങൾക്ക് സാക്ഷിയാവുക എന്നൊക്കെ പറയുന്നത് ഈ ശരിയായ പ്രതിനിധാനത്തിൻ്റെ ഖുർആനിക പദാവലിയാണ്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങളെ നാം ഒരു മിത സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാനും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത് ഈ രാജ്യത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരെ വലിയ തോതിലുള്ള ഈ വെറുപ്പുൽപാദനം നടത്തുന്നത് മുസ്ലിങ്ങൾ വേറെ ഏതെങ്കിലും ജനുസിൽപ്പെട്ട ജീവിവർഗമായതുകൊണ്ടല്ല. മറ്റൊരു സ്പെഷീസാണ് ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ബാക്കിയുള്ളവരെ പോലെയല്ല, ഒരു പ്രത്യേകതരം ജീവിവർഗമാണ് മുസ്ലിങ്ങൾ എന്നതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ടാണ് നമുക്ക് നേരെ ഇങ്ങനെ വെറുപ്പുൽപാദിപ്പിക്കുന്നത്. ഇത് സ്വാഭാവികമായ ഒന്നാണ് എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളതൊക്കെ പഠിക്കേണ്ടതുണ്ട്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 186-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. ലതുബ്ലവന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഈ വെറുപ്പുൽപാദനം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കേണ്ട ഒന്നാണ് എന്നും അത് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്നും അള്ളാഹ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഖുർആനിൽ. ഇത് പുതിയൊരു കാര്യമല്ല. ഖുർആൻ വളരെ ക്ലിയർ കട്ടായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളിലും ശരീരത്തിലും ഒക്കെ ഞാൻ പരീക്ഷിക്കും. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ നിന്നും, അഥവാ നിങ്ങളല്ലാത്ത മറ്റു മതസ്ഥരുടെ ഭാഗത്ത് നിന്ന്, അത് RSSന്റെ ഭാഗത്ത് നിന്നാകാം, അത് കാസയുടെ ഭാഗത്ത് നിന്നാകാം, ഒത്തിരി അശ്ലീല വർത്തമാനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും. ഇങ്ങനെ തന്നെയാണ് അള്ളാഹ് പറയുന്നത്. ഞാൻ എൻ്റെതായി ഇട്ടതല്ല ഇത്, അള്ളാഹ് തന്നെ പറയുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വെറുപ്പിന്റെ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. വൈൻ തസ്ബിറൂ വതത്തഖൂ. ആ സന്ദർഭത്തിൽ നിങ്ങൾ സബർ പാലിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ നിശ്ചയദാർഢ്യം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയാണ്. വർഗീയതയെ പ്രതിവർഗീയത കൊണ്ട് നേരിടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. വെറുപ്പിനെ പ്രതിവെറുപ്പ് കൊണ്ട് നേരിടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതിന് സ്വബറിന്റെ ആവശ്യമൊന്നുമില്ല, നിശ്ചയദാർഢ്യം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് വരുന്നത് പോലെ തിരിച്ചങ്ങോട്ട് അടിച്ചാൽ മതി. അതിന് നിശ്ചയദാർഢ്യം ആവശ്യമില്ലല്ലോ. ഇവിടെ അള്ളാഹ് പറയുന്നത് സ്വബർ, അവിടെയൊക്കെ സ്വബർ എന്ന് പറഞ്ഞാൽ ആ പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞാണല്ലോ, നേരത്തെ പറഞ്ഞതാണല്ലോ. ആ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ്, പിടിച്ചു നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് സ്വബർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾക്ക് നേരെ വരുന്ന ഈ വെറുപ്പുൽപാദനത്തെ ഒക്കെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഈ പറഞ്ഞ അളവിലാണ്, ഈ പറഞ്ഞ രൂപത്തിലാണ്, ഇസ്ലാമിന്റെ ശരിയായ പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് എന്ത്, ഇസ്ലാമിന്റെ പ്രതിനിധാനം ശരിയായി നിർവഹിക്കേണ്ടത് സംഘപരിവാറിന്റെയും RSSന്റെയും ഒക്കെ വെറുപ്പുൽപാദന വാക്കുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ റിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇസ്ലാം നമ്മൾ ജീവിതത്തിൽ നടത്തണം, അഥവാ ഇസ്ലാമിന്റെ ശരിയായ പ്രതിനിധാനം ജീവിതത്തിൽ നടത്തണം എന്ന് പറയുന്നത് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിന്റെ ശരിയായ പ്രതിനിധാനം ഒരു മുസ്ലിം നിർവഹിക്കുക എന്ന് പറയുന്നത് അത് അവന്റെ ബാധ്യതയാണ്. മുസ്ലിം എന്നുള്ള നിലക്ക് അവന്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ ഏൽപ്പിച്ച അസൈൻമെന്റ് ആണത്. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അയാളിൽ ഏൽപ്പിക്കപ്പെട്ട അസൈൻമെന്റ് ആണ് എന്ത്, സത്യസാക്ഷ്യ നിർവഹണം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ ശരിയായി ജീവിതത്തിൽ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ ഇസ്ലാം കാര്യം. ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ ഇസ്ലാം കാര്യം അതാണ്, സത്യസാക്ഷ്യമാണ്. പക്ഷേ നമ്മളത് അങ്ങനെ പഠിപ്പിക്കാറില്ല. നമ്മൾ എപ്പോഴും അതിനെ പഠിപ്പിക്കുന്നത് നാവ് കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ട് വാചകങ്ങളുടെ പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ അതിനെ പഠിപ്പിക്കാറുള്ളത്. ഒരാൾ മുസ്ലിം ആവുമ്പോൾ ചൊല്ലുന്ന വാചകമായിട്ടാണ്. ഇസ്ലാം കാര്യമാണെങ്കിൽ മുസ്ലിം ആവുമ്പോൾ ചൊല്ലേണ്ടതല്ലല്ലോ. ഇസ്ലാം കാര്യമാണെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണല്ലോ. നമസ്കാരം എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നു, നോമ്പ് എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നു, ഹജ്ജ് എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നു, സക്കാത്ത് എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നു. ഈ ഒന്നാമത്തെ ഇസ്ലാം കാര്യം എവിടെയെങ്കിലും നമ്മൾ ചെയ്തതായി നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, നമ്മളെ കൊണ്ടാരും ചെയ്യിപ്പിച്ചിട്ടില്ല. അതങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യവുമല്ല. അതിന്റെ ബാക്കി വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് പറയാം. നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം കാര്യത്തിലെ ഒന്നാം കാര്യം എന്ന് പറയുന്നത് ഷഹാദത്താണ്. അതാണ് അല്ലാഹ് ഇവിടെ പറയുന്നത്, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നു, മിൻ ഖബ്ലു വഫി ഹാദാ, ഈ വേദഗ്രന്ഥത്തിലും ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥത്തിലും നിങ്ങൾക്ക് അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. എന്താ ആ പേരിട്ടിരിക്കുന്നതിലൂടെ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്? ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകണം, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ. ഇതാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം. ഇത് നിർവഹിക്കാൻ നമ്മുടെ ബാധ്യതയാണത്. നമ്മെ അല്ലാഹ് ഏൽപ്പിച്ചിട്ടുള്ളതാണത്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ ഒരു ഇന്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി ആക്കിയിരിക്കുന്നു, ഒരു മിത സമുദായമാക്കിയിരിക്കുന്നു, ഒരു ബാലൻസ്ഡ് സൊസൈറ്റി ആക്കി മാറ്റിയിരിക്കുന്നു. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം. ഇസ്ലാമിന്റെ ശരിയായ പ്രതിനിധാനം നിങ്ങൾ നടത്തണം ജീവിതത്തിൽ. ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ സംഘടനകൾക്കോ നമ്മുടെ പണ്ഡിതന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാം കാര്യം പറയുമ്പോഴും തുടങ്ങുന്നത് നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങാറുള്ളത്. ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ വേണ്ട അളവിൽ പറയില്ല. നമ്മളത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിം ആകുമ്പോൾ ചൊല്ലേണ്ടതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. അല്ലാതെ അത് ഷഹാദത്താണ്, അത് ഞാൻ നിർവഹിച്ചോളാം എന്നാണ് പറയുന്നത്. മുസ്ലിം ആവുമ്പോൾ ചൊല്ലേണ്ട എൻട്രൻസ് കിട്ടാൻ വേണ്ടി ചൊല്ലേണ്ട ടിക്കറ്റ് അല്ലാതെ അത് നമ്മൾ ജീവിതത്തിൽ ഞാൻ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്തു കൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രതിനിധാനം നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ സുപ്രധാനമായ ബാധ്യതയാണ്. അതാണ് റിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇസ്ലാമിന്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തേത്, നമ്മൾ വിശ്വസിക്കുന്ന ഐഡിയോളജി ഉണ്ടല്ലോ, ഈ ഐഡിയോളജി ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനുള്ള അറ്റസ്റ്റേഷനാണ് നമ്മളുടെ റിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്, അഥവാ ഈ പ്രതിനിധാനം ഷഹാദത്ത് എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നതിൽ എനിക്ക് മനസ്സറിഞ്ഞ വിശ്വാസമുണ്ട്, ഇത് ശരിയാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നമ്മൾ ജീവിതത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത്. നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രതിനിധാനം നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ശരിയാണ് എന്നതിനുള്ള അറ്റസ്റ്റേഷനും കൂടിയാണ്. എനിക്കത് ശരിയാണെന്ന് ബോധ്യമില്ലെങ്കിൽ ഞാൻ ആ പണി ചെയ്യില്ല. സംശയമുണ്ടെങ്കിൽ പിന്നെ ആ പ്രതിനിധാനത്തിന് നമ്മൾ നിൽക്കില്ലല്ലോ, പ്രത്യേകിച്ച് പ്രയാസമുള്ള കാര്യങ്ങൾ അതിനകത്തുള്ളിടത്തോളം കാലം. രണ്ടാമത്തെ ലക്ഷ്യം അതാണ്. മൂന്നാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള ഗുണകാംക്ഷയാണ്. നമ്മൾ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും. നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ എനിക്കതിൻ്റെ ഗുണം കിട്ടും.
നമ്മൾ ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ബഹുസ്വര സമൂഹത്തിലെ മറ്റുള്ള ആളുകൾക്കും അതിന്റെ ഗുണം കിട്ടും. അതിന്റെ ഗുണം അവർക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് അതിന്റെ മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണമാണ് ഇത്തരത്തിലുള്ള വെറുപ്പുൽപാദനത്തെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ ഓപ്പറേഷൻ സിന്ദൂറാണ് ഈ പറയുന്നത്. ഈ വെറുപ്പുൽപാദനത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒന്നാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറാണ് ഈ പറയുന്ന റിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇസ്ലാം. ജീവിതത്തിലെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഇസ്ലാമിന്റെ ശരിയായ പ്രതിനിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം വഴി ഇസ്ലാമിനെ മറ്റൊരാൾ തെറ്റിദ്ധരിക്കരുത് എന്ന നിർബന്ധമാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതം വഴി ഇസ്ലാമിനെ മറ്റൊരാൾ തെറ്റിദ്ധരിക്കരുത് എന്ന നിർബന്ധവും കൂടിയാണ് ഷഹാദത്തുൽ ഹക്ക് അഥവാ സത്യസാക്ഷ്യം എന്ന് പറയുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിനോട് ചേർത്തൊരു കാര്യം പറയാനുള്ളത്, ഈ ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം എന്നൊക്കെ പറയുമ്പോൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, നോമ്പ് കൃത്യമായി നിർവഹിക്കുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, ഖുർആൻ പാരായണം ഡെയിലി നടത്തുക എന്നത് മാത്രമാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിച്ചു പോകരുത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മുസ്ലിം ആവുക, ദീനിയാവുക, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് കൃത്യമായി നിസ്കരിക്കണം, കൃത്യമായി നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, ഖുർആൻ പാരായണം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ചെറിയ കാര്യങ്ങളല്ല, ഇത് വലിയ കാര്യങ്ങൾ തന്നെയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ഒരു കുറേ മാനവികമായ മൂല്യങ്ങളുണ്ട്. എന്താണത്? സത്യസന്ധത, വിശ്വസ്തത, നീതിബോധം, കാരുണ്യം, വിട്ടുവീഴ്ച, ത്യാഗമനസ്ഥിതി, സാമ്പത്തിക സൂക്ഷ്മത, സാമ്പത്തിക വിശുദ്ധി, സദാചാര വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ. ഇതൊക്കെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കുറേ മൂല്യങ്ങളാണ്, മാനവിക മൂല്യങ്ങളും നന്മകളുമാണ്. ഇത് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇതാണ് നമ്മൾ പ്രതിനിധാനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ച്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്ന രീതിക്ക് പറയുന്ന പേരല്ല ഷഹാദത്തുൽ ഹക്ക് അഥവാ സത്യസാക്ഷ്യ നിർവഹണം എന്ന് പറയുന്നത്. മാനവികമായ മൂല്യങ്ങൾ നമ്മൾ പുലർത്തണം. ഇതെത്രത്തോളം നമുക്ക് പുലർത്താൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അഥവാ കാരുണ്യം, വിട്ടുവീഴ്ച, കരാർ പാലനം, സത്യസന്ധത, നീതിപാലനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ ഉയർന്ന ഇസ്ലാമികമായ മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു വ്യത്യാസം, ഈ അനുഷ്ഠാന കർമ്മങ്ങളും ഈ മൂല്യങ്ങളും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആ ബന്ധം മറ്റൊന്നുമല്ല, ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും നമ്മെ പ്രാപ്തമാക്കുന്നതും ഈ അനുഷ്ഠാന കർമ്മങ്ങളിലുള്ള സൂക്ഷ്മതയും ജാഗ്രതയും വ്യഗ്രതയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഈ അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ നീതിപാലനം, ഞാൻ നീതി പാലിച്ചേ സംസാരിക്കാൻ പാടുള്ളൂ, എവിടെ ഇടപെട്ടാലും നീതി പാലിക്കണം എന്ന ഓർമ്മ തന്നിലുണ്ടാക്കും, അതിന് നമ്മെ പ്രാപ്തമാക്കും, അതിന് നമ്മെ സന്നദ്ധമാക്കും എന്നതാണ്. ഈ റിലേഷൻഷിപ്പ്, ഈ ബന്ധം നമ്മൾ അവഗണിക്കാൻ പാടില്ല. മുസ്ലിം ഉമ്മത്ത് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ തമ്മിൽ ക്ലബ് ചെയ്യുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അനുഷ്ഠാന കർമ്മങ്ങളെയും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മാനവികമായ മൂല്യങ്ങളെയും ക്ലബ് ചെയ്യുന്നതിന് പകരം ഇതിനെ റെയിൽവേ ട്രാക്ക് പോലെ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. മാനവിക മൂല്യങ്ങളൊക്കെ നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ കാണിക്കും, അനുഷ്ഠാന കർമ്മങ്ങളിൽ ജാഗ്രതയും വ്യഗ്രതയും സൂക്ഷ്മതയും ഒക്കെ നമ്മൾ കാണിക്കും. പക്ഷെ ഇത് രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ട് പിരിഞ്ഞാണ് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, മറ്റൊരു സംഗതി കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. അനുഷ്ഠാന കർമ്മങ്ങൾ, നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ദിക്ർ സലാത്ത് പോലുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഈ വക അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സംതൃപ്തി ആ നിർവഹിച്ചവർ മാത്രമാണ് ഉണ്ടാവുക. ഇപ്പം ഞാൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കരിച്ച സംതൃപ്തി എനിക്കാണ് ഉണ്ടാവുക. എൻ്റെ കൂടെ കഴിയുന്ന എൻ്റെ ഭാര്യയ്ക്ക് പോലും അതിൻ്റെ പ്രതിഫലമോ സംതൃപ്തിയോ ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും കൃത്യമായി നിസ്കരിച്ചു എന്ന് വിചാരിച്ച് എനിക്കൊരു ഗുണവുമില്ല.
നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും ഒരു ഗുണമില്ല. നിങ്ങൾ 30 ദിവസം കൃത്യമായി നോമ്പ് പിടിച്ചു എല്ലാ വർഷവും, ഒരു ഗുണവും എനിക്കില്ല, ഒരു ഗുണവും ഈ സമൂഹത്തിനില്ല, ഒരു ഗുണവും സ്വന്തം കുടുംബത്തിൽ ആർക്കുമില്ല. അത് അനുഷ്ഠിക്കുന്ന നിങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാവുക. അതിൻ്റെ ഗുണം മറ്റൊരു ഭൗതികമായ പ്രതിഫലമാകട്ടെ ഈ ലോകത്തും നിങ്ങൾക്കില്ല, അതാകട്ടെ പരലോകത്തെ കിട്ടുകയും ചെയ്യുള്ളൂ. അതാണ് അനുഷ്ഠാന കർമ്മങ്ങളുടെ പ്രത്യേകത. അതേസമയം ഈ മാനവിക മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എന്ന് പറഞ്ഞാൽ മറ്റേത് ഗൗരവമില്ലാത്ത ചെറിയ കാര്യമാണ് എന്നുള്ള നിലക്കല്ല, ഇത് ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കേണ്ട കാര്യങ്ങളാണത്. ഈ ബോധവും നമുക്കുണ്ടാവണം. മാനവിക മൂല്യങ്ങൾ ഞാൻ ഉയർത്തിപ്പിടിച്ചാലും നിങ്ങൾ ഉയർത്തിപ്പിടിച്ചാലും നമ്മൾ ഉയർത്തിപ്പിടിച്ചാലും അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടും. അത് ചെയ്യുന്ന എനിക്ക് മാത്രമല്ല അതിൻ്റെ ഉപകാരം, മറ്റുള്ളവർക്കും, സമൂഹത്തിലെ മറ്റുള്ളവർക്കും അതിൻ്റെ ഗുണം കിട്ടും. ഞാൻ സത്യസന്ധനായാൽ എനിക്ക് മാത്രമല്ല ഗുണം, നിങ്ങൾക്കും ഗുണമുണ്ട്. ഞാൻ കാരുണ്യവാനായാൽ എനിക്ക് മാത്രമല്ല ഗുണം, നിങ്ങൾക്കുണ്ട് ഗുണം. ഞാൻ നീതിമാനായാൽ എനിക്ക് മാത്രമല്ല ഗുണം, ഞാനുമായി ദൈനംദിനം ഇടപാടുകൾ നടത്തുന്ന എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകും. ഞാൻ സത്യസന്ധനായാൽ, ഞാൻ ത്യാഗശീലനായാൽ എനിക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം, അത് അനുഭവിക്കുന്ന ഒരു കുറേ ആളുകളുണ്ടാവും. എൻ്റെ ത്യാഗം മൂലം ഒരുപാട് ഗുണങ്ങൾ ആളുകൾക്ക് കിട്ടും. അപ്പോൾ എനിക്കും സംതൃപ്തി ഉണ്ടാകും, അവർക്കും സംതൃപ്തി ഉണ്ടാകും. ഞാൻ സത്യസന്ധനായി കഴിഞ്ഞാൽ നിർഭയമായി നിങ്ങൾക്ക് ഞാനുമായി ഇടപാടുകൾ നടത്താൻ കഴിയും. അതാണ് അതിൻ്റെ ഗുണം. സത്യസന്ധത, വിശ്വസ്തത എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ നല്ല തരക്കേടില്ലാത്ത ഗുണങ്ങളാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയല്ല ചെയ്യേണ്ടത്. നമുക്കിന്ന് കിട്ടാക്കനിയായി മാറിയിട്ടുള്ളത് ഈ സത്യസന്ധതയും വിശ്വസ്തതയും നീതിബോധവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങൾ അവഗണിക്കുന്നതിലൂടെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഞാനുമായി നിർഭയമായി ഒരു ഇടപാട് നടത്താൻ, ഒരു ഇടപെടൽ നടത്താൻ, ഒരു ഇടപഴകൽ നടത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഞാൻ സത്യസന്ധനല്ല, ഞാൻ വിശ്വസ്തനല്ല, ഞാൻ നീതിപൂർവ്വം വർത്തമാനം പറയുന്നവനല്ല, വിട്ടുവീഴ്ചയുള്ളവനല്ല, കരാറ് പാലിക്കുന്നവനല്ല. അതേസമയം ഞാൻ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് നിർഭയമായി ഞാനുമായി ഇടപെടാൻ കഴിയും, ഞാനുമായി ഇടപഴകാൻ കഴിയും, ഞാനുമായി ഇടപെടൽ കഴിയും. ഇങ്ങനെ നമ്മൾ ആകണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം എന്ന് പറയുന്നത്. ആളുകൾക്ക്, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ആളുകൾക്ക് ആവശ്യം ഇസ്ലാമിനെ കുറിച്ചുള്ള കോര പ്രസംഗങ്ങളൊന്നുമല്ല. ആളുകൾക്ക് ആവശ്യം ഇസ്ലാമിനെ അനുഭവിക്കാൻ കഴിയണം. ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കലല്ല വേണ്ടത്, ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അനുഭവിക്കാൻ കഴിയണം, ഇസ്ലാമിനെ ആസ്വദിക്കാൻ കഴിയണം, ഇസ്ലാമിനെ അവർക്ക് കാണണം. ഇതാണ് ആളുകൾക്ക് ആവശ്യം. അല്ലാതെ ഒരു കുറേ ഗിരിപ്രഭാഷണങ്ങൾ നടത്തിയത് കൊണ്ട് എന്താണ്? പ്രഭാഷണങ്ങളൊക്കെ ആളുകൾക്ക് കേട്ട് മനസ്സിലാക്കുന്നതിന് അങ്ങ് ഒരു കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്രതിനിധാനം നിർവഹിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയുന്നത് പോലെ, പ്രവർത്തനത്തിന് വാക്കുകളേക്കാൾ ശബ്ദമുണ്ട് എന്ന് പറയുന്നത് പോലെ, പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുക. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇസ്ലാമിനെ കൊണ്ടുവരുമ്പോൾ ആളുകൾക്കത് കാണാൻ കഴിയും, ആളുകൾക്കത് ആസ്വദിക്കാൻ കഴിയും, ആളുകൾക്കത് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മലിനമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതങ്ങോട്ട് യേശുല്ല. കാരണം അനുഭവങ്ങൾ മറ്റൊന്നാണ്. താൻ തന്നെ പണിക്ക് പോടോന്ന് ഈ വെറുപ്പുൽപാദിപ്പിക്കുന്നവരോട് മനസ്സുകൊണ്ടെങ്കിലും പറയും, വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിലും. ഇതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് പ്രഭാഷണം നടത്തുക. ഇപ്പം എൻ്റെ ഈ ഹുതുബ കേൾക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ഇസ്ലാമിനെ കുറിച്ച് പ്രഭാഷണം നടത്താൻ കഴിയും? വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് മനോഹരമായി ഒന്ന് പരിചയപ്പെടുത്തി സംസാരിക്കാൻ കഴിയുള്ളൂ, പ്രഭാഷണം നടത്താൻ കഴിയുള്ളൂ. അതേസമയം ഇസ്ലാമിനെ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും. ഇതിനകത്തിരിക്കുന്ന പെട്ടിക്കടക്കച്ചവടക്കാരനും പറ്റും, ഇതിനകത്തിരിക്കുന്ന ഓട്ടോറിക്ഷക്കാരനും പറ്റും, ഇതിനകത്തിരിക്കുന്ന എഞ്ചിനീയർക്കും പറ്റും, ഇതിനകത്തിരിക്കുന്ന ഡോക്ടർക്കും പറ്റും. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ പറ്റുന്നതാണ് ഇസ്ലാമിൻ്റെ പ്രതിനിധാനം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആ പ്രതിനിധാനം എല്ലാവരും നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ, ഇടപഴകുന്ന മേഖലകളിൽ, ഇടപെടൽ നടത്തുന്ന മേഖലകളിൽ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നെ സംഘപരിവാർ അങ്ങനെ പറയുന്നു, സംഘപരിവാർ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനോവേദന ഇങ്ങനെ വിളിച്ചു പോയി കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. നമുക്കതിന് സാധിക്കുമോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. നമുക്കതിന് സാധിക്കുമോ എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ പ്രതിനിധാനം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.
ഈ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതില്ല. തറാവിഹിൻ്റെ റക്അത്തിൽ കൃത്യത പാലിക്കലാണ്, കുനൂത്ത് ഓതലാണ്, ഓതാതിരിക്കലാണ് എന്നൊക്കെയുള്ള ചില്ലറ കാര്യങ്ങൾ, ഓരോരുത്തർക്ക് ശരിയാണെന്ന് ബോധ്യമുള്ള സംഗതി, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരുപാട് ഇടമുള്ള സംഗതികളാണ്. ഇതിനെ വലിയ ഗൗരവവൽക്കരിച്ചൊന്നും നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിനെ പഠിക്കാത്തത് കൊണ്ടാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് നമ്മൾ വിചാരിച്ച് ഇന്നും യൂട്യൂബിലിരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, അവർ ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല, വേറെ കുറേ കിതാബുകളിൽ നിന്നാണ് ഇസ്ലാമിനെ പഠിച്ചത്, അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ നിന്നാണ് ഇസ്ലാമിനെ പഠിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ മിമ്പറിൽ പറയുന്നത് ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കൂ. ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള പ്രഥമ സോഴ്സ് എന്ന് പറയുന്നത് ഖുർആനാണ്. അതിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ആരുടെയൊക്കെ പ്രഭാഷണങ്ങളും വേറെ ആരുടെയൊക്കെ ചർച്ചകളും വേറെ ആരുടെയൊക്കെ സംവാദങ്ങളും കേട്ട് ഇതാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാന്ന് പറഞ്ഞാൽ തറാവി 8 നിസ്കരിക്കാൻ പറ്റുള്ളൂ, തറാവി അല്ലെങ്കിൽ 23 നിസ്കരിക്കാൻ പറ്റുള്ളൂ, കുനൂത്ത് ഓതിയേ പറ്റുള്ളൂ, കുനൂത്ത് ഓതാതിരിക്കാനേ പറ്റുള്ളൂ എന്ന നിലപാടല്ല. അതൊന്നുമല്ല റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽപക്കത്ത് കഴിയുന്ന ഒരു സഹോദരൻ ഓണത്തിന് അല്പം ഭക്ഷണം കൊണ്ടുവന്നാൽ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കലല്ല ഇസ്ലാമിൻ്റെ പ്രതിനിധാനം. ഒരു ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്ന് തന്നാൽ അത് തിന്നാതിരിക്കലല്ല ഇസ്ലാമിൻ്റെ റിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉലൂഹിയത്ത് വരികയാണ്, ആ അറക്കുന്ന മൃഗത്തിൻ്റെ 1/2 കിലോ ഇറച്ചി പോലും ഒരു അമുസ്ലിമിന് കൊടുക്കാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കലല്ല ഇസ്ലാമിൻ്റെ പ്രതിനിധാനം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ പ്രതിനിധാനം എന്ന് പറയുന്നത് അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെയാണുള്ളത്. ചെറുതിനെ വലുതായിട്ടും വലുതിനെ ചെറുതായിട്ടും അവതരിപ്പിച്ചു പോയി നമ്മൾ. പ്രയോറിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് നമ്മൾ തിരിച്ചു പിടിക്കണം. ഇസ്ലാമികമായ മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, മുസ്ലിം വെറുപ്പുമായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ. അത് RSSകാരായിരിക്കാം, BJPക്കാരായിരിക്കാം, സംഘപരിവാറുകാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കാം. അവരൊക്കെ ഇസ്ലാമിനോട് വെറുപ്പ്, മുസ്ലിങ്ങളോട് വെറുപ്പ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മളാരും വിചാരിക്കരുത് അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് എന്തൊക്കെ ദുരനുഭവങ്ങൾ അവർക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുസ്ലിങ്ങളോട് വെറുപ്പ് വിചാരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ അത് വിചാരിച്ച് വെറുപ്പും വിചാരിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഈ നേതാക്കന്മാരുടെയും ഈ മന്ത്രിമാരുടെയും ഈ MLA-മാരുടെയും ഒക്കെ പച്ചയായ കല്ലുവച്ച നുണ പറച്ചിൽ അങ്ങനെ തന്നെ വിഴുങ്ങുന്നത് കൊണ്ടാണ്. അവർ അങ്ങനെ തന്നെ വിഴുങ്ങുന്നത് കൊണ്ടാണ്. അവർ അതിൻ്റെ ഒരു ഫാക്ട് ചെക്കപ്പിനോ അതിൻ്റെ ഒരു കൗണ്ടർ ചെക്കപ്പിനോ അവർ തുനിയില്ല. കേട്ടത് അപ്പടി തന്നെ വിശ്വസിക്കുകയാണ്. വാട്സാപ്പിലൂടെ വരുന്നു, വളരെ ഫാബ്രിക്കേറ്റ് ചെയ്ത മെസ്സേജുകൾ വരുന്നു. അവർ വിചാരിക്കുന്നു ഇത് ശരിയാണ് എന്ന്. അങ്ങനെ ശരിയാണെന്ന് വിചാരിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടാകുന്നത്. അതോടുകൂടി അവനൊരു തീർപ്പിലെത്തും, എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ തന്നെയാണ് എന്നത്. അങ്ങനെയാണ് ഈ വെറുപ്പുൽപാദനം നടക്കുന്നത്. മാത്രമല്ല, ഇത് കേട്ട് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ വീട്ടിൽ വെച്ച് അത് ചർച്ച ചെയ്യും. അങ്ങനെ അത് ചർച്ച ചെയ്യുമ്പോൾ അത് മക്കൾ കേൾക്കുകയാണ്. മക്കൾക്കും മുസ്ലിങ്ങളോട് വിരോധം ഉണ്ടാകും. ഒരുപാട് സംഭവങ്ങൾ നമുക്കതിന് തെളിവായിട്ട് നമുക്ക് നിരത്താൻ കഴിയും. തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ മാത്രം മുസ്ലിം വിരോധം വെച്ചു പുലർത്തിയ ഒരുപാട് നിഷ്കളങ്കരായ ആളുകൾ RSSനകത്തുണ്ട്, BJPക്കകത്തുണ്ട്, സംഘപരിവാർ സംഘടനകൾക്കകത്തുണ്ട്. അവർക്ക് ആ മുസ്ലിം വിരോധം വന്നത് മുസ്ലിം എന്തെങ്കിലും അവരോട് കാണിച്ചിട്ടല്ല, നേതാക്കളുടെ നിരന്തരമായ ഈ നുണപറച്ചിലുകൾ കേട്ടിട്ടാണ്. അത് നമുക്കും കഴിയും. ഇപ്പൊ ഞാൻ ഒരു കുറേ നുണ RSSനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ എത്ര ആളുകൾ ഇരിപ്പുണ്ടല്ലോ, ഇതിലൊരു കുറേ ആളുകളെങ്കിലും അത് വിശ്വസിച്ച് വീട്ടിൽ പോകും. കാരണം ഞാനാണല്ലോ പറഞ്ഞത്. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നിർവഹിക്കുന്ന ഞാനാണല്ലോ ഇത് പറഞ്ഞത്. അവർ ഒരു ഫാക്ട് ചെക്കപ്പിന് തുനിയില്ല. ഇത് തന്നെയാണ്, ഈ മനഃശാസ്ത്രം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഭക്ഷണത്തിൽ ഇവിടെ ആരും തുപ്പുന്നില്ല എന്ന് സുരേന്ദ്രൻ അറിയാത്തത് കൊണ്ടല്ല. സുരേന്ദ്രൻ അറിയാം ഞാൻ പറയുന്നത് നുണയാണ് എന്ന്. സ്പീക്കർ ഷംസീർ ഇടത്തോട്ടാണ് മുണ്ടെടുക്കുന്നത് എന്നത് പച്ച കള്ളമാണെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ സുരേന്ദ്രൻ അറിയാം ഞാൻ പറയുന്നത് നുണയാണ് എന്ന്. കാരണം ഷംസീർ അടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഫുൾ ഫോട്ടോ നമുക്ക് അവൈലബിൾ ആണ്. അദ്ദേഹം വലത്തോട്ടാണ് തുണി ഉടുത്തിട്ടുള്ളത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകും. പക്ഷെ എന്നിട്ടും അയാൾ ഇടത്തോട്ടാണ് തുണി ഉടുത്തത് എന്ന നുണ പറയുന്നത് ഇതൊരു കുറേ ആളുകൾ വിശ്വസിക്കുമെന്നറിയാം. മദ്രസ അധ്യാപകർക്ക് ഖജനാവിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് അല്ല എന്നുള്ള കാര്യം സുരേന്ദ്രന് നന്നായി അറിയാം. ശശികല ടീച്ചർക്ക് നന്നായി അറിയാം. ഈ നുണ വിളമ്പുന്ന NR മധുവിനൊക്കെ നന്നായി അറിയാം. പക്ഷെ എന്നിട്ടും അത് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഒരു കുറേ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുകയും അങ്ങനെ മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാവുകയും ചെയ്യും. ഈ മനഃശാസ്ത്രമാണ് ഇവരെല്ലാം എടുത്തു പ്രയോഗിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹം എന്നുള്ള നിലക്കും നമ്മുടെ ഇടപാടിലൂടെ ഇടപഴകലുകളിലൂടെ ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം നിർവഹിക്കുന്നതിലൂടെ മാത്രമേ കഴിയുള്ളൂ.
അതാണ് ഞാൻ ആദ്യത്തിൽ ഓതി വെച്ച ആയത്ത്. വലാ തസ്തബിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹി ഹസൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം വമാ യുലക്കാഹ ഇല്ലല്ലദീന സബറു വമാ യുലക്കാഹ ഇല്ലാ ദു ഹദ്ദിൻ അളീം. അസത്യവും നന്മയും തിന്മയും സമമാവില്ല നബിയെ, അത് സമമാവില്ല, അത് ഇക്വലല്ല. തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം. അപ്പോൾ നിങ്ങളുടെ ശത്രു പോലും നിങ്ങളുടെ ആത്മമിത്രങ്ങളായി മാറും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? സബറുള്ളവനെ ആ നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്നാണ്. ഒമായുലക്കാഹ ഇല്ലാദു ഹദ്ദിൻ അളീം, അപാരമായ ഭാഗ്യമുള്ളവനെ ആ ക്വാളിറ്റി ആർജിച്ചെടുക്കാൻ കഴിയൂ എന്നാണ്. അത് കഴിയുമോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ ആലോചിക്കുന്നതും. ഈ സമകാലീന ഇന്ത്യ ഓരോ മുസ്ലിമിൻ്റെയും മുൻപിൽ ഉയർത്തുന്ന മൂർത്ത ചോദ്യം, നിന്റെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ റിയൽ റെപ്രസെൻറ്റേഷൻ നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ്. അതിൻ്റെ ഉത്തരമനുസരിച്ചിരിക്കും നമ്മുടെ ഇഹപര വിജയം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പരം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കാര്യം പറയാനുള്ളത്, നികേഷ് 42 വയസ്സ്, നമ്മുടെ ഈ പള്ളിയുടെ നെയ്ബറാണ് അയാൾ. ആലുവ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അതിരാവിലെ പെരുമ്പാവൂർ മാർക്കറ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഒരു ദിവസം രാവിലെ ടൂ വീലറുമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു ലോറിക്കിട്ടിടിച്ച് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് 2 ചെറിയ കുട്ടികളാണുള്ളത്. വീടാണെങ്കിൽ വലിയ കടബാധ്യതയിലാണ്. ജപ്തിയുടെ മുൻപിലോ മറ്റോ ആണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പോവുകയും ചെയ്തു. ഇനിയുള്ളത് ഭാര്യയും 2 കുട്ടികളുമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കളക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മളോടും ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നാം അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായം ആ സഹോദരന് ചെയ്യണം. നമുക്ക് ചെയ്യാൻ കഴിയുക അതാണ്. അതൊരിക്കലും നമുക്ക് നഷ്ടമാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമ്പത്തികമായ സഹായങ്ങൾ, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ കാരുണ്യം, ഇതാണല്ലോ. അത് ചെയ്യാൻ നമ്മൾ തുനിയുക. അത് ആർക്ക് ചെയ്താലും, അതിന് ജാതിയില്ല, അതിന് മതമില്ല, അതിന് സമുദായമില്ല. ആർക്ക് ചെയ്താലും അതിൻ്റെ പുണ്യം കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞ ചരിത്രകഥയൊന്നുമല്ല, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് അത് പരമാവധി അവിടെ നിക്ഷേപിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പരം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.